അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്നറിയാവോ? ബേക്കിൽ കാണുന്ന നമ്മുടെ ലിവിങ് ഏരിയയെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കാണാനൊരു ലുക്കിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒരു കോർണർ സെറ്റിയാണ് അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചെയർ അവിടെ കിടക്കുന്നുണ്ട്, 2 ചെയറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എങ്ങനെ അതിനെ അടിപൊളിയാക്കാമെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും കോർണർ സെറ്റ് വാങ്ങിച്ചാൽ നമ്മളിത് ഇതേപോലെ അറേഞ്ച് ചെയ്യുള്ളൂ. ഒരു നോർമൽ ഇതുപോലെ കിടക്കൂല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ സെറ്റ് ചെറുതാട്ടോ, നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പീസും കൂടെ വരുമ്പോഴാണ് കുറച്ചും കൂടി വലുതായിട്ട് ഉള്ള സെറ്റ്. നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന അങ്ങനത്തെയാണ്. ഈ ഒരു സെറ്റ് ഓഫറിന് കിട്ടിയതാട്ടോ. ഡിമോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫർണിച്ചർ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ആദ്യം പർച്ചേസ് ചെയ്യുന്ന എത്രയോ പേർക്ക് റേറ്റ് കുറവിൽ സാധനങ്ങൾ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ്. 6000 രൂപയെങ്ങാണായിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് അതിൽ ഒരു പീസ് മിസ്സിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് എങ്ങനെ സൂപ്പറാക്കാമെന്ന് നോക്കാം. നിങ്ങളും വായോ, വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇതായിരുന്നു ഈ ലുക്ക്, നിങ്ങൾ നോക്കി വെച്ചോ, ഇതായിരുന്നോ നല്ലത്, അതെ ഇനി നമ്മൾ അങ്ങോട്ട് മാറ്റാൻ പോകുന്ന ആ ഒരു ലുക്കാണോ നല്ലതെന്ന് പറയട്ടോ. അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ സെറ്റ് ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. കോർണർ നമുക്ക് മാറ്റാം, അപ്പം തന്നെ ഒരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കോമൺ സംഭവം ഇത് ഓൾറെഡി പിള്ളേരൊക്കെ കയറി ചാടി അഴുക്കായി കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവൂല. ഇത് നമുക്ക് ഇരിക്കാൻ യൂസ് ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് ഇതിനെ നമുക്ക് നേരെ തിരിച്ച് ഒരു ബോക്സ് ആക്കി വെക്കാം. ഈ ഒരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ടേ. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഈ സെറ്റിയും കൂടെ എടുത്ത് ഈ സൈഡിലോട്ട് ഇടാം. ഈ കിടക്കുന്ന സെറ്റിയെ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ട് ഇതിനെടുത്ത് ഇവിടെ ഇടാവേ. കുറച്ച് നീളത്തിനുള്ളൊരു സെറ്റിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോർണർ രൂപത്തിൽ നിന്ന് മാറ്റി ഇതേപോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡ് വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ലുക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കി നോക്കാം. അപ്പോൾ അതേ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇനി കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രസം ഉണ്ടാവുമെന്ന് നോക്കാം. ആദ്യം ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഒരു ഇൻഡോർ പ്ലാന്റ് കാണിച്ചു തരാം. എൻ്റെ ഒന്ന് പേരൊന്നും ചോദിക്കല്ലേ, എനിക്കറിയത്തില്ല. ഫസ്റ്റ് വെക്കാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു പോട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. 2 പീസ് 170 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ല പോട്ടാട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം ഇത് നമുക്ക് ആ ഒരു നമ്മൾ കോർണർ സെറ്റ് തിരിച്ചിട്ടില്ലേ, അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഹൈറ്റ് കിട്ടത്തില്ല, ഈ ഒരു പോട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ അടിയിൽ വേറൊരു സംഭവം വെച്ചിട്ട് വെക്കാം. അപ്പം ഹൈറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്. ടവലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തേക്കുവാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പോട്ട് വയ്ക്കാം. ഇതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. നമുക്ക് പ്ലാന്റിൻ്റെ മുകളിൽ വെക്കാം. ഈ പ്ലാന്റിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ലക്കി ബാമ്പു ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതുപോലെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇതിവിടെ വയ്ക്കാം. ഇത് ഞാൻ മണ്ണിലല്ല നട്ടേക്കുന്നത്, ഈ പോട്ടിനകത്തായിട്ട്
ചെറിയൊരു കുപ്പി പോലത്തെ ഒരു സംഭവത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചു വെച്ചാൽ ചരിയും. അതുകൊണ്ട് ഞാൻ അല്ലാണ്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് നട്ടും കൊടുക്കാം. ഞാൻ ഇതിൽ മണ്ണ് ഒഴിവാക്കിയേക്കോണേ. ഇവിടെ വെച്ച് കൊടുക്കാം. അവിടെയായിട്ട് നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു സംഭവം എടുത്തേക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെടി, കൊള്ളാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര വലിപ്പമില്ല കേട്ടോ. അതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ട്, 2 പോട്ടിൽ ഒരെണ്ണം നമ്മളത് വെച്ചു, ഒരെണ്ണത്തിൽ ഇത് വെക്കാനായിട്ട് പോവാണ്. ഇതെവിടെയാ ഭംഗി ഉണ്ടാവാന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇപ്പം നമ്മളിത് വെച്ചില്ലേ, ഇവിടെയാണോ അതോ ഇവിടെയാണോ ഭംഗി എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവേ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കാം. മണ്ണാട്ടോ ഞാൻ എടുത്തേക്കുന്നത്, മണ്ണല്ല, എംസാറ്റ് മണല്. അപ്പൊ നമ്മൾ നമ്മുടെ ചെടി നട്ടു. എവിടെയാ നല്ലത്? ഈ സൈഡിലായിരിക്കോ, ഇവിടെ വെക്കുന്നതാണോ ഇവിടെ വെക്കുന്നതായിരിക്കോ ഭംഗി ഉണ്ടാവുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നമുക്ക് ഫുൾ അറേഞ്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും വെക്കാല്ലേ. എനിക്കൊന്നും ഇത് തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ നന്നായിരിക്കും. അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. ഇത് കുറച്ച് വലിയ ചെടിയല്ലേ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ കുറച്ച് കുട്ടി കുട്ടി പോട്ട്സിൽ ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കാം. ഇതേപോലെ കുട്ടി കുട്ടി പോട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നത് കേട്ടോ. 15 പീസ് ഉണ്ടേ. അപ്പോൾ അതിലെല്ലാം ഞാൻ മണി പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇവിടെ വയ്ക്കാം. തീർന്നിട്ടില്ല, 2 എണ്ണം കൂടെ ഉണ്ട്, എടുത്തിട്ട് വരട്ടെ. ഇത്രയും ചെയ്തെടുത്തപ്പോൾ എനിക്ക് തോന്നി, ദേ ഈ ഒരു ഭാഗമില്ലേ സെറ്റിയുടെ ഇങ്ങേയറ്റം, അത് ഒഴിഞ്ഞു കിടക്കുന്ന പോലെ. അപ്പോൾ അവിടെയും കൂടി നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കാവേ. ഈ ഒരു പോട്ട് കുറച്ചായിട്ട് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. ഇത് നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡപ്പയും പൈപ്പ്, PVC പൈപ്പില്ലേ, ആ സംഭവം വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഈസി ആയിട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടൊരു ഉപയോഗം വന്നത്. നമുക്കത് ഈ ഒരു കോർണറിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെടി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും ഹൈറ്റുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പം നമുക്കിവിടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു ചെടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇനി അവശേഷിക്കുന്നത് ഒരു ചെടി മാത്രമാണ്. അത് ഞാൻ എടുത്തിട്ട് വരാം. വീട്ടിൽ പോയപ്പോൾ ഉമ്മച്ചിയുടെ നിന്ന് അടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. കാണിച്ചു തരട്ടെ. ഈ ഒരു സംഭവം ഇത് ഞാൻ വേറൊരു പോട്ടിലാണ് ഇടുന്നത്. അത് മാറ്റി വൈറ്റ് കളർ പോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, സംഭവം സെറ്റ്. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുറച്ചെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയും.
ആദ്യം കണ്ട ലുക്കാണോ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡൈനിങ് ഏരിയ മേക്ക് ഓവർ ചെയ്ത് പെയിന്റ് അടിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കിച്ചൺ മേക്ക് ഓവർ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം മേക്ക് ഓവർ ചെയ്തെടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ നമ്മുടെ വീട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്നൊക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഇതിലേതാണ് നിങ്ങൾക്ക് മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയെന്ന് ഉറപ്പായിട്ടും പറയണം കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. ജസ്റ്റ് ഒരു കോർണർ സെറ്റി മാത്രം ഇടുന്നതിലും കുറച്ചും കൂടി നമുക്കൊന്ന് ഒരു ലുക്കാക്കി ഈ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സെറ്റ് ഈ ഒരു രീതിക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പേസ് ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിലുള്ള ലുക്ക് ഒന്ന് കണ്ടിട്ട് വായോ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുറകിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇതേപോലെ ലൈവ് പ്ലാന്റുകൾ, അതായത് നമ്മുടെ ഇൻഡോർ പ്ലാന്റില്ലേ ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. മാഷാല്ല, എനിക്ക് പേഴ്സണലി സന്തോഷം തരുന്ന ഒരു ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യാമല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയൂ. ഇനിയുമുണ്ട് നമുക്ക് പതുക്കെ ഈ ഒരു ചുവരിലൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം കുറച്ചും കൂടി താഴത്തേക്കാണ് ഒട്ടിച്ചെങ്കിൽ ഭംഗി ഉണ്ടായിരുന്നേനല്ലേ. നോക്കാം. അത് മാറ്റിയിട്ട് തൽക്കാലം വെച്ചാണ് കേട്ടോ. അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവം കുറച്ചും കൂടി എന്താ പറയുക എലഗൻ്റായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ സെറ്റാക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാ പതിയെ നമുക്കതൊക്കെ സെറ്റാക്കാം. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ ഷിംല ആൻസേഴ്സ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വ്ളോഗിൻ്റെ ചാനലും കൂടിയുണ്ട്. ഡെയിലി വ്ളോഗ്സ് ആട്ടോ അതിലിടുന്നത്. അപ്പോൾ വ്ളോഗ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.